അറിവ് വിതച്ച് വിളവെടുക്കുന്ന വായനാപ്രേമിയായ കാർഷിക വിദഗ്ധൻ കെ.എസ്. രാജേന്ദ്രൻ വായനാ ദിനത്തിൽ വേറിട്ട കാഴ്ചയാകുന്നു. പുസ്തകങ്ങളോടുള്ള സ്നേഹവും കൃഷിയോടുള്ള സുഗന്ധവും നെഞ്ചിലേറ്റിയാണ് ചാലിശ്ശേരി പെരുമണ്ണൂർ ചിദംബരം വീട്ടിൽ കെ.എസ്. രാജേന്ദ്രൻ വ്യത്യസ്തനാകുന്നത്. 63-ാം വയസ്സിലും വായനയെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുനടക്കുന്ന അദ്ദേഹം അക്ഷരങ്ങളെയും കൃഷിയെയും ഒരുപോലെ സ്നേഹിച്ചാണ് സഞ്ചരിക്കുന്നത്. 2009-ലാണ് രാജേന്ദ്രൻ ചാലിശ്ശേരിയിലെത്തിയത്. എന്നാൽ വായനയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അതിനും പതിറ്റാണ്ടുകൾ മുമ്പേ ആരംഭിച്ചതാണ്. കോഴിക്കോട് തിരുവണ്ണൂർ ലൈബ്രറിയുമായുള്ള ബാല്യകാല ബന്ധമാണ് പുസ്തകങ്ങളുടെ ലോകത്തേക്ക് അദ്ദേഹത്തെ കൈപ്പിടിച്ചുയർത്തിയത്. അവിടെ നിന്ന് ആരംഭിച്ച വായനാശീലം ഇന്നും മുടങ്ങാതെ തുടരുകയാണ്. ഒരു പുസ്തകം വായിച്ചു തീർന്നാൽ അടുത്ത പുസ്തകത്തിനായുള്ള കാത്തിരിപ്പ് ഇന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പതിവാണ്. കല, സാഹിത്യം, സംസ്കാരം, കൃഷി, പരിസ്ഥിതി തുടങ്ങി വിവിധ മേഖലകളിലായി 500-ലധികം പുസ്തകങ്ങൾ വീട്ടിൽ അമൂല്യമായ സൂക്ഷിപ്പിലുണ്ട്. ഇടശ്ശേരി, വൈലോപ്പിള്ളി, പി. കുഞ്ഞിരാമൻ നായർ എന്നിവരുടെ കവിതകളാണ് ഏറെ ഇഷ്ടം. പ്രകൃതിയെയും ഗ്രാമജീവിതത്തെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ കൃതികൾ വഴികാട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. പുസ്തകം വായന എന്ന് മാത്രമല്ല, പ്രകൃതിയെയാണ് വായിക്കേണ്ടത്. പ്രകൃതിയെ വായിക്കുന്നതാണ് പുസ്തകത്തിലൂടെ നമ്മളിലൂടെ പ്രകാശിതമാകേണ്ടത്. സ്വാഭാവികമായും ഈ പ്രകൃതിയെ, ഭൂമിയെ സ്നേഹിക്കുക, കൂടെയുള്ള മനുഷ്യരെ സ്നേഹിക്കുക. ചാലിശ്ശേരി പെരുമണ്ണൂർ പാടശേഖര സമിതിയുടെ പ്രസിഡന്റായ അദ്ദേഹം കാർഷിക മേഖലയിലും സജീവ സാന്നിധ്യമാണ്. കൃഷിയെക്കുറിച്ചുള്ള പുതിയ അറിവുകളും പരിസ്ഥിതി സൗഹൃദ ആശയങ്ങളും കണ്ടെത്താൻ ഇന്നും പുസ്തകങ്ങളെയാണ് രാജേന്ദ്രൻ ആശ്രയിക്കുന്നത്. പുസ്തകത്താളുകളിൽ നിന്ന് പാടവരമ്പുകളിലേക്ക് നീളുന്ന രാജേന്ദ്രന്റെ ജീവിതയാത്ര അറിവും അധ്വാനവും കൈകോർക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളുടെ തെളിവുകൂടിയാണ്. കാർഷിക സസ്യ സംരംഭകയായ സുജാതയാണ് ഭാര്യ. സോപാന പഞ്ചവാദ്യ സംഘത്തിലെ കൊമ്പ് കലാകാരി എന്ന നിലയിലും ഇവർ ശ്രദ്ധേയയാണ്. മനസ്സിന്റെ പ്രകാശം, ആ പ്രകാശം തേടിയുള്ള യാത്രയാകണം, ആ പ്രകാശത്തിലേക്കുള്ള ഗതിയാവണം നമ്മുടെ വായനയിലൂടെ നമുക്ക് സാധിക്കേണ്ടത്. ലോകത്തെ സ്നേഹിക്കുക, സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുക, ചുറ്റുമുള്ള മനുഷ്യരെയും സ്നേഹിക്കുക, എല്ലാ ജീവികളെയും സ്നേഹിക്കുക, പരിസ്ഥിതിയെ സ്നേഹിക്കുക. സ്നേഹത്തിൻ്റേതാവട്ടെ വായനാ ദിനം, അതിലൂടെയുള്ള വളർച്ചയും.